ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക വീഡിയോയാണ് ഇത്. നിങ്ങൾക്ക് കാണുവാനോ കണ്ട് ആസ്വദിക്കുവാനോ ഒന്നുമില്ല. എന്നാൽ അല്പം ചിന്തിക്കുകയും നമ്മളുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതവുമായ ഒരു കാര്യം പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്നത് എൻ്റെ തിരുമുറ്റമാണ്. മഴ കനത്തതോടുകൂടി പുല്ല് നിറഞ്ഞ മുറ്റങ്ങളായി മാറി. കല്ല് പിരിച്ച തിരുമുറ്റമായിരുന്നു എങ്കിലും മഴ കൂടുതലായപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി പച്ചപ്പുല്ല് മെല്ലെ വളർന്നു വന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരും പച്ചപ്പുല്ല് നടുന്നതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ പച്ച കളറുള്ള സാധനം ഒട്ടിക്കുകയാണ് പതിവ്, പുല്ല് എന്ന് വരുത്തി തീർക്കാൻ. എനിക്ക് വേണമെങ്കിൽ ഈ പുല്ലിനെ ഇങ്ങനെ നിലനിർത്താം. പക്ഷേ വേനലാകുമ്പോൾ ഇവ കരിഞ്ഞ് ഒരഭംഗിയായി മാറുമെന്നുള്ളത് കൊണ്ട് മഴ പിടിച്ച് പുല്ല് ഏകദേശം വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവയെ മെല്ലെ പറിച്ചെടുക്കുകയാണ്. പൊതുവിൽ ഒരു ചൊല്ലുണ്ട്, ഒരു പണിയില്ലെങ്കിൽ മുറ്റത്തെ പുല്ല് പറിച്ചുകൂടെ എന്ന്. ശരിക്കും ആ ചൊല്ല് അർത്ഥവത്താണ്. നമ്മൾ ബോറടിച്ച് ഇടയ്ക്കൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ തിരുമുറ്റത്തും നമ്മുടെ തൊടിയിലുമൊക്കെ നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു തൊഴിൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ഒരു ചിന്തയാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. 2-3 ദിവസമെടുത്ത് ഞാൻ ഒരു സൈഡിൽ നിന്ന് പുല്ല് പറിക്കാൻ തുടങ്ങി. അത് പറിച്ച ഇടമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പുല്ലിൻ്റെ നാമ്പ് വീതവും മുഴുവനായും ഞാൻ നുള്ളിയെടുത്ത് സമയം കളയുക, പുല്ല് പറിക്കുക, 2 കാര്യവും നടന്നു കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ആസ്വദിച്ച് തന്നെ ഒരു കൊരണ്ടി പലയൊക്കെ എടുത്ത് അതിനകത്തിരുന്ന് ഒരു ബക്കറ്റും എടുത്ത് പറിച്ചെടുക്കുന്ന പുല്ലുകൾ അതിൽ നിക്ഷേപിച്ച് അത് വളരെ ആസ്വദിച്ചു കൊണ്ട് തന്നെ ഞാൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കയ്യെത്തുന്ന ദൂരത്ത് ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നു. 2 ദിവസമായപ്പോഴേക്കും പകുതിയിലേറെ എനിക്ക് പറിക്കാൻ കഴിഞ്ഞു. 3-ാം ദിവസം ഞാനത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഇത് വേണമെങ്കിൽ എനിക്ക് മരുന്നടിച്ച് ഈ ഒരു പുല്ല് പോലും ഇല്ലാതെ ഈ തിരുമുറ്റത്തെ വൃത്തിയാക്കി നമുക്ക് പകിട്ടോടെ നിലനിർത്താം. പക്ഷേ എൻ്റെ കിണർ മുറ്റത്തോട് ചേർന്ന് തന്നെ ആയതുകൊണ്ടും തന്നെയുമല്ല, പുല്ല് കരിഞ്ഞു പോകാൻ പറ്റുന്ന കീടനാശിനി അടിക്കുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം ഏത് തരത്തിലായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. അതിനാൽ ഞാൻ അതിന് മുതിർന്നുമില്ല. ഇങ്ങനെ ഓരോ ദിവസവും 3 ദിവസമെടുത്ത് ഇങ്ങനെ ഓരോ ഈ 2 പുല്ലുകളൊക്കെ നുള്ളി മുറ്റം വളരെ ഭംഗിയാക്കിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു. തൽഫലമായി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു പുല്ലുമില്ലാതെ ആ പായലൊഴിച്ച് ബാക്കി ഒരു പുല്ലുമില്ലാത്ത തരത്തിൽ ഞാൻ നുള്ളി അവയെല്ലാം പിഴുതെടുക്കുകയാണ്. പിഴുതെടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ഭാര്യ എന്തോ കമൻ്റ് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ഞാൻ കൈ കാണിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് അല്പം മാത്രമായ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി അത് നിങ്ങൾക്കും അനുഭവേദ്യമാണ്. 2-ാം ദിവസം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മഴ പെയ്തു. മഴ പെയ്തുമ്പോൾ പ്രത്യേകിച്ചുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, മഴ തോർന്നു കഴിഞ്ഞിട്ട് വെള്ളമൊന്ന് വരിഞ്ഞാൽ പിന്നെ പുല്ല് പറിക്കുക എളുപ്പമാണ്. അതേസമയം നന്നായി വെയിലുള്ളപ്പോൾ പുല്ല് പറിച്ചെടുക്കുക അസാധ്യവുമാണ്. കാരണം പുല്ലിൻ്റെ വേര് പറഞ്ഞു പോരില്ല. അതിനാൽ നനഞ്ഞു കിടന്നിട്ട് വെള്ളം വലിച്ചു നിൽക്കുമ്പോൾ അത് പറിക്കുക സുഖകരമായ ഒരു അനുഭൂതിയാണ്. അങ്ങനെ ഞാൻ 3-ാം ദിവസം മഴയൊക്കെ തോർന്ന് നന്നായി നനവുള്ളപ്പോൾ അതിനെ പറിക്കുവാൻ തുടങ്ങി. എല്ലാം പറിച്ച് ഭംഗിയാക്കി. അങ്ങനെ തിരുമുറ്റം ഞാനിങ്ങനെ ഭംഗിയാക്കി ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ തിരുമുറ്റത്തും നമ്മുടെ തൊടിയിലും നമുക്കറിയാവുന്ന കൊച്ചു കൊച്ചു തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഉന്മേഷവും ആരോഗ്യവും സന്തോഷവും ഒക്കെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതിനാൽ നിങ്ങൾ മുറ്റത്ത് മരുന്നടിച്ച് പുല്ല് കളയാതെ നിങ്ങൾ പറിച്ചെടുക്കുക, സന്തോഷവും സമാധാനവും സന്തോഷവും നേടുക എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കുവാനിട്ട് തരുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. എല്ലാവർക്കും
സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പച്ചപ്പാണൊരു സന്തോഷം ഇവിടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.